പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പോസ്റ്റൽ മാനുവൽ വോളിയം 7 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന RMSലെ കാര്യങ്ങൾ. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, കാണാൻ ശ്രമിക്കാം. ഡിസ്പോസൽ ഓഫ് മെയിൽസ് അഡ്രസ് ടു എ സെക്ഷൻ ഓർ മെയിൽ ഓഫീസ്. ഒരു സെക്ഷനിലോട്ടോ അല്ലെങ്കിൽ മെയിൽ ഓഫീസിലോട്ടോ അഡ്രസ് ചെയ്തിട്ടുള്ള മെയിൽസിൻ്റെ ഡിസ്പോസൽ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ട്രാൻസിറ്റ് ബാഗ്സ് ഇഫ് എനി അഡ്രസ് ടു എ സെക്ഷൻ ഓർ മെയിൽ ഓഫീസ്. ഒരു മെയിൽ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ സെക്ഷനിലോട്ടോ അഡ്രസ് ചെയ്തിട്ടുള്ള ട്രാൻസിറ്റ് ബാഗുകൾ. അപ്പോൾ അതിൻ്റെ കേസിൽ അങ്ങനെയുള്ള ഒരു ട്രാൻസിറ്റ് ബാഗ്സ്, അതായത് സെക്ഷനിലോട്ടോ മെയിൽ ഓഫീസിലോട്ടോ അഡ്രസ് ചെയ്തിട്ടുള്ള ട്രാൻസിറ്റ് ബാഗ്സ് ഓപ്പൺ ചെയ്യുന്ന ആര്? അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പൺഡ് ബൈ ദ മെയിൽ ഗാർഡ് ഓർ അല്ലെങ്കിൽ മെയിൽ ഏജന്റ് ആണ് അതിൽ ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് ദ ബാഗ്സ് എസ്പെഷ്യലി ദ അക്കൗണ്ട് ബാഗ്സ് ആൻഡ് ദ ബ്രാഞ്ച് ഓഫീസ് ബാഗ്സ് എൻക്ലോസ്ഡ് ഇൻ ദം. അതിനകത്ത് ആ ട്രാൻസിറ്റ് ബാഗിനകത്തുള്ള അക്കൗണ്ട് ബാഗുകൾ, ബ്രാഞ്ച് ഓഫീസ് ബാഗുകൾ should be carefully examined and compared with the entries in the mail list. അപ്പോൾ ഈ ട്രാൻസിറ്റ് ബാഗ് എന്താണെന്ന് അറിയാമല്ലോ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഓഫീസിലോട്ട് ഒരുപാടുള്ളപ്പം ഒരു ബാഗ് കെട്ടി ഒരുപാട് ബാഗുകൾ വിടുന്നു. അപ്പോൾ ഈ ഒരുപാട് ബാഗുകൾ പോകുന്നിടത്ത് ഒറ്റ ബാഗ് പോയാൽ മതിയാവും, പറഞ്ഞിട്ടുണ്ട് നേരത്തെ ക്ലാസ്സിൽ. അപ്പോൾ ട്രാൻസിറ്റ് ബാഗിനകത്ത് വരുന്ന അക്കൗണ്ട് ബാഗുകൾ, ബ്രാഞ്ച് ഓഫീസ് ബാഗുകൾ, ഇതൊക്കെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യണം. അത് മെയിൽ ലിസ്റ്റുമായിട്ട് ഒത്തു നോക്കിയിട്ട് കറക്റ്റാണോ നോക്കണം, എല്ലാ അതിനകത്തെ എണ്ണമൊക്കെ, which will be found inside the transit bag. In the case of sorting mail office in the case ആണെങ്കിൽ the bag addressed to office itself, whether taken out of the transit bags or received loose, should be dealt with first and disposed of in the following manner. ഈ സോർട്ടിംഗ് മെയിൽ ഓഫീസിന്റെ കേസിൽ ഇതുപോലെ ട്രാൻസിറ്റ് ബാഗിനകത്ത് വരുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ലൂസായിട്ട് വരുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. Parcel bag should be entered in the mail abstract and then transferred under receipt to the parcel sorting assistant. പാർസൽ ബാഗുകൾ ഉണ്ടെങ്കിൽ അത് മെയിൽ അബ്സ്ട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ട് അത് ഒപ്പിട്ട് മേടിച്ചിട്ട് പാർസൽ സോർട്ടിംഗ് അസിസ്റ്റന്റിന് കൊടുക്കണം. ഇനി അടുത്ത ഫോർവേഡ് ബാഗ്സിന്റെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്ന ഫോർവേഡ് ബാഗ്സിന്റെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. ദ ഫോളോയിങ് മാനർ. Those to be delivered at stations within the beat of the section should be at once placed in the transit bags in which they are to be forwarded, or if no transit bag is prescribed, they should be hung on separate hooks in order of the station at which they are to be delivered. അതായത് ഈ ഫോർവേഡ് ബാഗുകൾ പല പല സ്റ്റേഷനിൽ, ഒരു സെക്ഷന്റെ ബീറ്റിൽ പല സ്റ്റേഷനിൽ ഡെലിവറി ചെയ്യേണ്ട ഫോർവേഡ് ബാഗുകൾ അത് ട്രാൻസിറ്റ് ബാഗിലാക്കി വെക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇഫ് നോ ട്രാൻസിറ്റ് ബാഗ് ഈസ് പ്രെസ്ക്രൈബ്ഡ്, ദേ ഷുഡ് ബി ഹങ് ഓൺ സെപ്പറേറ്റ് ഹുക്സ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഹുക്കുകളിൽ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഷനിലോട്ടുള്ള ആണെങ്കിൽ അത് ഷുഡ് ബി ഹങ് അപ്പ് ടുഗദർ ഓൺ ദ ഹൂക്സ് അറ്റ് ദ വൺ എൻഡ് ഓഫ് ദ വാൻ. ആ വാൻ്റെ ഒരു എൻഡിൽ ഇതെല്ലാം കൂടെ ഹങ് ചെയ്തിടുമെന്നാണ് പറയുന്നത്, ടെർമിനേറ്റിംഗ് സ്റ്റേഷനിലേക്കുള്ള ഫോർവേഡ് ബാഗ്സ് ഒക്കെ. അടുത്ത സാക്സ് അഡ്രസ് ടു ദ റെക്കോർഡ് ഓഫീസ് ടു വിച്ച് ദ സെക്ഷൻ ഈസ് അറ്റാച്ച്ഡ്. ആ സെക്ഷൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഓഫീസിലേക്ക് അഡ്രസ് ചെയ്യപ്പെട്ടുള്ള ചാക്കുകൾ, ആ ചാക്കുകൾ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ ബാഗ് പ്രൊവൈഡ് ഫോർ ദ പർപ്പസ്. അപ്പോൾ അതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളൊരു ബാഗിൽ അത് പ്ലേസ് ചെയ്യണമെന്നാണ് പറയുന്നത്, റെക്കോർഡ് ഓഫീസിലേക്കുള്ള സാക്സുകൾ. The forward bags received by a sorting or transit mail office, whether taken out of transit bags or received loose, അതായത് ലൂസായിട്ടോ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ബാഗിനുള്ളിലോ എന്നൊക്കെ കിട്ടിയ ഫോർവേഡ് ബാഗുകൾ അത് സോർട്ടിംഗ് മെയിൽ ഓഫീസിലായിക്കോട്ടെ ട്രാൻസിറ്റ് മെയിൽ ഓഫീസിലായിക്കോട്ടെ വിൽ റിമെയിൻ ഇൻ ദ കസ്റ്റഡി ഓഫ് ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അൻറ്റിൽ ഇറ്റ് ഈസ് ടൈം ടു ഡെസ്പാച്ച് ദം. അതായത് ഡെസ്പാച്ച് ആവുന്നവരെ അത് ആരുടെ കസ്റ്റഡിയിൽ ഇരിക്കും ചോദിച്ചാൽ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് കസ്റ്റഡിയിൽ ഇരിക്കുമെന്നാണ്. And as long as the bags are not disposed, they must be kept locked up in the mailbox. മെയിൽബോക്സിനകത്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് and the key ആരുടെ കയ്യിലിരിക്കും will be returned by the head sorting assistant on his അതായത് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന്റെ കയ്യിലിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ കീ. അടുത്ത പ്രിപ്പറേഷൻ ഓഫ് മെയിൽ ലിസ്റ്റ്, dispatch and entries in mail list. When mail lists are to accompany mails, they should be prepared by the head sorting assistant duplicate by means of carbonic paper. അതായത് മെയിൽ ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മെയിലിൻ്റെ കൂടെ പോകേണ്ട മെയിൽ ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് കാർബോണിക് പേപ്പറൊക്കെ വെച്ചിട്ട്. ദ മെയിൽ ലിസ്റ്റ് പ്രിപ്പയർഡ് വിൽ ഷോ ദ നമ്പർ ഓഫ് ദ ഡ്യൂ ആൻഡ് അൺയൂഷ്വൽ മെയിൽസ് ആക്ച്വലി ഡെസ്പാച്ച്ഡ്. ഈ മെയിൽ ലിസ്റ്റിൽ എന്താ ഉണ്ടാവും, അതിനകത്ത് ഈ ഡ്യൂ മെയിൽസുകൾ, അൺയൂഷ്വൽ മെയിൽസുകൾ, ഇതൊക്കെ ഡെസ്പാച്ച് അതിൻ്റെ നമ്പർ ഉണ്ടാവും. And whenever the number of due mails entered in mail list differs from the number due to be dispatched, അതായത് വ്യത്യാസം വരുമ്പോഴത്തേക്കും ഡ്യൂ മെയിൽസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലേ, എന്നും പോകേണ്ടതാണ്.
അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ കോസ് ഓഫ് ദ ഡിഫറൻസ് ഷുഡ് ബി റിട്ടൺ ബൈ ദ മെയിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് വിത്ത് നെസസറി മാർക്ക് അഗൈൻസ്റ്റ് ദ പ്രിസ്ക്രൈബ്ഡ് സെന്റേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു എക്സ്പ്ലനേഷൻ അത് കാണിച്ചിരിക്കും എന്തുകൊണ്ട് ഡിഫറൻസ് വന്നു. അത് എഴുതേണ്ട ആരാണ്? മെയിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണ് വിത്ത് നെസസറി റിമാർക്സ്. When the list is complete, ലിസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ബോത്ത് കോപ്പീസ് ഓഫ് ഇറ്റ് ഷുഡ് ബി ഡിറ്റാച്ച്ഡ്. ആ 2 കോപ്പികളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ 2 കോപ്പിയും ഡിറ്റാച്ച് ചെയ്യും. എന്നിട്ട് ലോവർ കോപ്പി, അതായത് കാർബോണിക് കോപ്പി ഫോർവേഡ് ചെയ്യും ടു ദ സെക്ഷൻ അല്ലെങ്കിൽ മെയിൽ ഓഫീസ് ടു വിച്ച് അഡ്രസ്, അത് അഡ്രസ് ചെയ്തിരിക്കുന്ന സെക്ഷനിലോട്ടോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ അത് ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അപ്പർ കോപ്പി അത് കെപ്റ്റ് ഓൺ റെക്കോർഡ് ബൈ ദ സെക്ഷൻ ഓർ മെയിൽ ഓഫീസ്. ആ ഓഫീസിൽ തന്നെ അത് റെക്കോർഡായിട്ട് സൂക്ഷിക്കും. When mails are forwarded by one section or office to another through one or more intervening sections or offices, അതായത് ഒരു സെക്ഷനിൽ നിന്നോ ഒരു ഓഫീസിൽ നിന്നോ മെയിലുകൾ മറ്റൊരു സെക്ഷനിലോട്ടോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ പോകുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഒരുപാട് സെക്ഷൻസുകൾ അല്ലെങ്കിൽ ഓഫീസുകൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കും ആ ഫോർവേഡ് മെയിൽ ലിസ്റ്റ് ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ മെയിൽ ലിസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഇന്റർവെനിങ് സെക്ഷൻ ഓർ ഓഫീസ് അണ്ടർ ദ ഹെഡ് ഡ്യൂ മെയിൽസ് ഇൻ ദ കോളം ഫോർ ട്രാൻസിറ്റ് ബാഗ്സ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഓഫീസ് അല്ലെങ്കിൽ സെക്ഷനകത്ത് അവരുടെ മെയിൽ ലിസ്റ്റിൻ്റെ കൂടെ ഈ ഫോർവേഡ് മെയിൽ ലിസ്റ്റും കൂടെ എൻ്റർ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് അതിൻ്റെ ഹെഡ്, ഡ്യൂ മെയിൽസ്, അതിൻ്റെ കോളം, ട്രാൻസിറ്റ് ബാഗ്സ്. എ മെയിൽ ലിസ്റ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഡെയിലി ഫോർ ദ റെക്കോർഡ് ഓഫീസ് ഓർ സബ് റെക്കോർഡ് ഓഫീസ്. സബ് റെക്കോർഡ് ഓഫീസിലേക്ക്, റെക്കോർഡ് ഓഫീസിലേക്ക് ഡെയിലി മെയിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ആസ് ദ കേസ് മേ ബി ഇൻ വിച്ച് ദ സർപ്ലസ്, അതിനകത്ത് സർപ്ലസ് ആയിട്ടുള്ള അൺയൂഷ്വൽ ബാഗ്സ് റെക്കോർഡ് ഓഫീസിലേക്ക് അല്ലെങ്കിൽ സബ് റെക്കോർഡ് ഓഫീസിലേക്ക് അഡ്രസ് ചെയ്തിട്ടുള്ള സർപ്ലസ് ആയിട്ടുള്ള അൺയൂഷ്വൽ ബാഗ്സിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ടാവും. റിസീവ്ഡ് ബൈ ദ സെറ്റ്. വെറസ് ലൂസ് പാക്കറ്റ്സ് ഇൻ സാക്സ് ഷുഡ് ബി ഡീറ്റെയിൽഡ്. ക്ലോസിംഗ് ഓഫ് ട്രാൻസിറ്റ് ബാഗ്സ്. ട്രാൻസിറ്റ് ബാഗ്സുകൾ ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സ്. വെൻ എ ട്രാൻസിറ്റ് ബാഗ് ഇസ് ടു ബി മെയ്ഡ് അപ്പ് ദ ബാഗ്സ്, അതായത് ട്രാൻസിറ്റ് ബാഗുകൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ബാഗുകൾ, അതായത് ഡ്യൂ ബാഗ് അല്ലെങ്കിൽ അൺയൂഷ്വൽ ബാഗ്, ആ ഡെസ്പാച്ച് ചെയ്ത ബാഗുകളെല്ലാം ഈ ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് ദ എൻട്രീസ് ഇൻ ദ മെയിൽ ലിസ്റ്റ്. അതെല്ലാം മെയിൽ ലിസ്റ്റുമായിട്ട് തട്ടിച്ച് നോക്കും. ദ കണ്ടീഷൻ ഓഫ് ഈച്ച് ബാഗ്, ബാഗുകളുടെ കണ്ടീഷൻ നോക്കും. അതിനകത്ത് ചരട്, ലേബല് കെട്ടിയിരിക്കുന്നത് ഇതൊക്കെ ശരിയാണെന്ന് നോക്കും. അത് ആര്? മസ്റ്റ് ബി കെയർഫുള്ളി എക്സാമിൻഡ് ബൈ ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ മെയിൽ ഗാർഡ് അല്ലെങ്കിൽ മെയിൽ ഏജന്റ്. ആൻഡ് ദ ബാഗ് ദ മെയിൽ ഇസ് പ്ലേസ് ഇൻ ഹിം. അതിനകത്ത് ആ ട്രാൻസിറ്റ് ബാഗ് അതിനകത്ത് ഇടും. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ബാഗുകൾ ട്രാൻസിറ്റ് ബാഗിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട ബാഗുകൾ ഇടും. വി ഷുഡ് ബി ദെൻ ലേബിൾഡ് ആൻഡ് ക്ലോസ്ഡ് ആൻഡ് സീൽഡ് ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ്. എന്നിട്ട് അത് ലേബൽ ചെയ്ത് ക്ലോസ് ചെയ്ത് സീൽ ചെയ്യും. ട്രാൻസിറ്റ് ബാഗ്സ് മസ്റ്റ് ആൾവേസ് ബി ക്ലോസ്ഡ് ആൻഡ് സീൽഡ് ഇൻ ദ പ്രസൻസ്. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാം. ട്രാൻസിറ്റ് ബാഗുകൾ ആരുടെ പ്രസൻസിലാണ് ക്ലോസ് ചെയ്യുക, സീൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഹെഡ് മെയിൽ ഗാർഡ് അല്ലെങ്കിൽ മെയിൽ ഏജന്റ്. കംപ്ലീഷൻ ഓഫ് മെയിൽ അബ്സ്ട്രാക്ട്. മെയിൽ അബ്സ്ട്രാക്ട് എന്താ നമ്മൾ പറഞ്ഞായിരുന്നു. മെയിൽ അബ്സ്ട്രാക്ടിന്റെ കംപ്ലീഷൻ അത് ആരാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ബിഫോർ അറൈവിംഗ് അറ്റ് ദ ടെർമിനൽ സ്റ്റേഷൻ ഇൻ ദ കേസ് ഓഫ് സെക്ഷൻ മെയിൽ ഗാർഡ് അല്ലെങ്കിൽ മെയിൽ ഏജന്റ്. അതായത് ടെർമിനൽ സ്റ്റേഷന് എത്തുന്ന മുമ്പായിട്ട് ഈ മെയിൽ അബ്സ്ട്രാക്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് മെയിൽ ഗാർഡ് അല്ലെങ്കിൽ മെയിൽ ഏജന്റ് ആണ്. ബിഫോർ ദ ക്ലോസിംഗ് വർക്ക് ഓഫ് ദ ഡേ ഇൻ ദ മെയിൽ ഓഫീസ്. മെയിൽ ഓഫീസിന്റെ കേസിൽ ഡെയിലി വർക്കൊക്കെ തരുന്ന മുമ്പായിട്ട് ഈ മെയിൽ അബ്സ്ട്രാക്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണ്. ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് should write up and complete the mail abstract. സോർട്ടിംഗ് മെയിൽ ഓഫീസസ്. സോ അതിൻ്റെ ഒരു സെക്ഷനിലോട്ട് പോവാണ്. അതിനകത്ത് മെയിൽ ഡിപ്പാർട്ട്മെന്റ് ആദ്യം പറയുന്നത്. സോർട്ടിംഗ് മെയിൽ ഓഫീസ് എന്ന് പറയുന്നത് മെയിൽ ഓഫീസിനകത്ത് സോർട്ടിംഗ് നടക്കുന്നത്. പറഞ്ഞല്ലോ, മെയിൽ ഓഫീസിന്റെ ഒരു ടൈപ്പാണ് ഈ സോർട്ടിംഗ് മെയിൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പാർട്ട് 1 മെയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. അതിനകത്ത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന പാര. The duties of the head sorting assistant comprise primarily the work connected with the receipt, custody and dispatch of mails, the opening of bags. അതായത് ഈ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് അതിനകത്ത് പറയാണ്. ഈ മെയിലിന്റെ റെസിപ്റ്റ് മേടിക്കലുകൾ, മെയിലിന്റെ കസ്റ്റഡി ആൻഡ് മെയിലിന്റെ ഡെസ്പാച്ച്, ഓപ്പണിംഗ് ഓഫ് ബാഗ്സ്, ബാഗുകൾ ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റിൽ അതർ ദാൻ രജിസ്റ്റേർഡ് പാക്കറ്റ് ആൻഡ് പാഴ്സൽ ബാഗ്സ്. അതായത് ബാഗ് തുറക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഈ രജിസ്റ്റേർഡ് പാക്കറ്റ്, പാഴ്സൽ ബാഗുകളും തുറക്കത്തില്ല. കാരണം ഈ മെയിൽ ബാഗ് തുറന്നിട്ട് അതിനകത്തു നിന്നുള്ള ഈ രജിസ്റ്റേർഡ് ബാഗുകൾ, പാഴ്സൽ ബാഗുകളും ഒക്കെ അതാത് സെക്ഷനിലോട്ട് ഈ മെയിൽ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യുമെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത്.
ഓപ്പണിംഗ് ഓഫ് ബാഗ്സും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ആയിട്ട്. അഡ്രസ് ടു ദ ഓഫീസ്, ഓഫീസിലേക്ക് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ബാഗ്സിൻ്റെ ഓപ്പണിങ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ബാഗ്സ്, അതും സെയിം കണ്ടീഷനാണ്. രജിസ്റ്റേർഡും പാഴ്സലൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഡ്യൂട്ടി പറഞ്ഞ് റെസ്പോൺസിബിലിറ്റി ആണ് ഈ പറയാനുള്ളത്. ഹിസ് റെസ്പോൺസിബിലിറ്റി ബിഗിൻസ് വിത്ത് ദ റെസിപ്റ്റ് ഓഫ് മെയിൽസ് മെയ്ഡ് ഓവർ ടു ഹിം ബൈ എ സെക്ഷൻ ഓർ കാരിയർ ഓർ മെയ്ഡ് അപ്പ് ബൈ ദ സെറ്റ് ആൻഡ് കണ്ടിന്യൂസ് അൻറ്റിൽ ദേ ആർ ട്രാൻസ്പോർട്ട് ടു സം അതർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ സെറ്റ് ഓർ ഡെസ്പാച്ച് ടു ഡെസ്റ്റിനേഷൻ. അതായത് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് റെസ്പോൺസിബിലിറ്റി ബിഗിൻസ് വിത്ത് ദ റെസിപ്റ്റ് ഓഫ് മെയിൽസ്, മെയിലുകളുടെ റെസിപ്റ്റ്, മെയിൽ ഇങ്ങോട്ട് മേടിക്കുന്നത് എവിടെ നിന്ന്, സെക്ഷനിൽ നിന്ന് വന്നായിരിക്കാം, കാരിയർ കൊണ്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ സെറ്റുകൾ ഉണ്ടാക്കി വിട്ടതായിരിക്കാം. ആ മെയിലിൻ്റെ റെസിപ്റ്റിൽ തുടങ്ങി കണ്ടിന്യൂസ് അൻറ്റിൽ അത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ സെറ്റിലേക്കോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്കോ ഡെസ്പാച്ച് ചെയ്യുന്നവരെ ആ ഒരു ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് റെസ്പോൺസിബിലിറ്റി ആ മെയിലിൻ്റെ മേലുണ്ടാവും എന്ന് പറഞ്ഞിരിക്കും. ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഈസ് റെസ്പോൺസിബിൾ ദാറ്റ് ദ ബാഗ്സ് റിസീവ്ഡ് ആർ കെയർഫുള്ളി എക്സാമിൻഡ്. വന്ന ബാഗുകളൊക്കെ കെയർഫുള്ളി എക്സാമിൻ ചെയ്യണം. അതിനകത്ത് ദാറ്റ് ദ രജിസ്റ്റേർഡ് ബാഗ്സ്, രജിസ്റ്റേർഡ് പാക്കറ്റ് ബാഗ്സ് ആൻഡ് പാഴ്സൽ ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിംഗ് ഇൻഷുർ ബാഗ്സ് ആർ പ്രോംപ്റ്റ്ലി ട്രാൻസ്ഫേർഡ് ദ ഡിപ്പാർട്ട്മെന്റ്സ് കൺസേൺഡ്. എന്നിട്ട് അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള രജിസ്റ്റേർഡ് ബാഗുകൾ, പിന്നെ പാഴ്സൽ ബാഗുകൾ, ഇതൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റിന് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻഷുർഡ് ബാഗുകൾ ഇൻക്ലൂഡിംഗ് ഇൻഷുർഡ് ബാഗ്സ്. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കുന്ന ബാഗുകൾ അവർ പല ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്ത് ഏൽപ്പിക്കുന്ന ബാഗുകൾ കറക്റ്റായിട്ട് ബാഗ്സിനുള്ളിൽ പ്ലേസ് ചെയ്യണം. പിന്നെ മെയിലൊക്കെ ചെക്ക് ചെയ്യണം, കറക്റ്റ്ലി പാക്ക്ഡ് ആണെന്ന്, മെയിലുകൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ട്രാൻസിറ്റ് ബാങ്കിൻ്റെ കണ്ടൻസുകൾ ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ബാഗുകളൊക്കെയാണോ ട്രാൻസിറ്റ് ബാഗിൽ ഇട്ടാൻ ചെക്ക് ചെയ്യണം. പിന്നെ ലേബിൾ ചെയ്യുന്നത്, സീൽ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അൺസർവീസബിൾ ബാഗ്സ്, അതായത് ഈ നല്ല ഉപയോഗയോഗ്യമല്ലാത്ത ബാഗുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നീട് ഇറഗുലാരിറ്റീസ് നോട്ട് ചെയ്യണം, അൺയൂഷ്വൽ ഒക്കറൻസ് നോട്ട് ചെയ്യണം. പിന്നെ വർക്ക് പേപ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ വരുന്നതാണ്. അപ്പോൾ ഇത് വേണേൽ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാം. താഴെ പറയുന്നതിൽ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഏതൊക്കെ, എന്നിട്ട് ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങോട്ട് മേടിക്കുക, ബാഗുകൾ ചെക്ക് ചെയ്യുക, എന്നിട്ട് അങ്ങനെയൊക്കെ പലം പറഞ്ഞിട്ട് 1, 2 ശരി, 3, 4 ശരി, 1, 2, 3 ശരി എന്ന് പറഞ്ഞാൽ ചോദിക്കുക. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LSC സൂപ്പർവൈസർ in charge of insured parcel branch is further responsible that every insured bag received is opened in his presence, that the number of insured parcel taken out is correct, and that they are at once examined by the parcel sorting agent, that every insured bags for dispatch is closed and sealed in his presence. അതായത് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LSC സൂപ്പർവൈസർ, ഇൻഷുർഡ് പാർസൽ ബ്രാഞ്ചിന്റെ ചാർജുള്ളവർ ഇതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻ അഡീഷൻ വരുന്ന കാര്യമാണ് എല്ലാ ഇൻഷുർഡ് ബാഗുകളും, ലഭിച്ചിട്ടുള്ള എല്ലാ ഇൻഷുർഡ് ബാഗുകളും തുറന്നിട്ട് അതിൻ്റെ നമ്പർ കറക്റ്റാണോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ടുള്ള ചെക്കിങ് അവർക്ക് വേണം. അതായത് എല്ലാ ഇൻഷുർഡ് ബാഗുകളും ക്ലോസ് ചെയ്തിട്ട് സീൽ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസൻസിലായിരിക്കണം. അതുപോലെ തന്നെയാണ് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഓഫ് എ സോർട്ടിംഗ് മെയിൽ ഓഫീസ് ഓർ LSC സൂപ്പർവൈസർ വരുന്ന വേറൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാ ഇൻഷുർഡ് ബാഗുകളും അത് ലഭിച്ചതായിക്കോട്ടെ പോകുന്നതായിക്കോട്ടെ അത് കറക്റ്റായിട്ട് വെയ് ചെയ്യുക എന്നുള്ളത്. ഇൻ പ്രസൻസ് ഓഫ് പാഴ്സൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് വെയിറ്റ് നോക്കുക എന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മെയിൻലി ഇൻഷുർഡിന്റെ കാര്യത്തിൽ സ്പെസിഫിക് ആയിട്ട് എയിം ചെയ്തുകൊണ്ടുള്ളതാണ്. സൂപ്പർവിഷൻ ഓഫ് സെറ്റ്, ഒരു സെറ്റിന്റെ സൂപ്പർവിഷൻ. അപ്പം പറഞ്ഞിരിക്കുന്ന ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ആസ് ഹെഡ് ഓഫ് ദ സെറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ജനറൽ സൂപ്പർവിഷൻ ഓഫ് ആൾ ദ ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് സെറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ആയിരിക്കെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ആ സെറ്റിന്റെ മുഴുവൻ ജനറൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ഈ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ചുമതലയാണ്. സോർട്ടിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LSC സൂപ്പർവൈസർ ഷുഡ് from time to time examine the sorting assistant's office set to see that they have a perfect knowledge of the sorting list and the information necessary for correct sorting. അതായത് ഒരു LSC സൂപ്പർവൈസർ ആയിക്കോട്ടെ, ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് കാലാകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റൻസ് ഒക്കെ പക്ക നോളജ് ഉണ്ടോയെന്ന് ഇതിനെക്കുറിച്ച്, സോർട്ടിംഗ് ലിസ്റ്റിനെ കുറിച്ച്. സോർട്ടിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, സോർട്ടിംഗ് ലിസ്റ്റിനെ കുറിച്ചൊരു എസ്സേ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിവില്ല എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ സോർട്ടിംഗ് ലിസ്റ്റിനെ കുറിച്ച് ഈ സോർട്ടിംഗ് അസിസ്റ്റൻസിനൊക്കെ നോളജ് കറക്റ്റായിട്ടുണ്ടോ, പിന്നെ കറക്റ്റ് സോർട്ടിങ്ങിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻസൊക്കെ കിട്ടിയിട്ടുണ്ടോ അദ്ദേഹത്തിന് എന്നൊക്കെ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LSC സൂപ്പർവൈസർ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ സോർട്ടിംഗ് അസിസ്റ്റൻസ് അപ്പോയിന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് ഫ്രഷ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടുള്ള സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണെങ്കിൽ
ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഷുഡ് എക്സ്പ്ലെയിൻ ടു ഹിം, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ ഈ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ആ സോർട്ടിംഗ് അസിസ്റ്റന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ആ മെയിൽ ഓഫീസിലെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അയാളുടെ. എന്നിട്ട് ആൻഡ് ഷുഡ് സാറ്റിസ്ഫൈ ഹിംസെൽഫ് ദാറ്റ് ബി ഓർഡേഴ്സ് കോപ്പിഡ് ഇൻ ദ ഗൈഡൻസ് ബുക്ക് ആർ അണ്ടർസ്റ്റുഡ് ബൈ ദ സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഗൈഡൻസ് ബുക്കിൽ കോപ്പി ചെയ്തിട്ടുള്ള ബി ഓർഡേഴ്സ് ഈ സോർട്ടിംഗ് അസിസ്റ്റൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ബി ഓർഡർ, അടുത്ത പോയിന്റ് വന്ന് ടി ബി ഓർഡർ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല. അതായത് ഈ ഗൈഡൻസ് ബുക്കിൽ കോപ്പി ആയിട്ടുള്ള ബി ഓർഡേഴ്സ്, പിന്നെ ദ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഷുഡ് ബി ഇൻട്രസ്റ്റഡ് അബൌട്ട് ടി ബി ഓർഡേഴ്സ് ഫയൽ ദ ഗോഡ് ബുക്കിൽ ഫയൽ വെച്ചിട്ടുള്ള ടി ബി ഓർഡേഴ്സ്. അപ്പോൾ ബി ഓർഡേഴ്സ്, ടി ബി ഓർഡേഴ്സൊക്കെ ഈ പുതുതായിട്ട് ഫ്രഷ് അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള അത് സോർട്ടിംഗ് അസിസ്റ്റന്റ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും ഉറപ്പ് വരുത്തേണ്ടത് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. സോർട്ടിംഗ് ഓഫ് അൺരജിസ്റ്റേർഡ് ലെറ്റർ മെയിൽ ആർട്ടിക്കിൾസ്. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ലെറ്റർ മെയിൽ ആർട്ടിക്കിൾസിന്റെ സോർട്ടിങ് നമ്മളിപ്പോൾ അതിനകത്ത് ഇപ്പോൾ പാഴ്സൽ രജിസ്റ്റേർഡിന്റെ കാര്യം പറഞ്ഞു. അൺരജിസ്റ്റേർഡ് ലെറ്റേഴ്സും ഉണ്ട് സോർട്ട് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഓർ LST സൂപ്പർവൈസർ ഈസ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് സ്പെഷ്യലി ആൻസറബിൾ ഫോർ ദ കറക്റ്റ് പെർഫോമൻസ് ഓഫ് ദ വർക്ക് ഡൺ ഇൻ ദ സോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ സോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ കറക്റ്റായിട്ടുള്ള പെർഫോമൻസിനും ഈ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LST സൂപ്പർവൈസർ ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആണ്. He is required not only to supervise it carefully but also to assist in the sorting of unregistered articles when not engaged in supervision. അതായത് ഈ ഒരു സൂപ്പർവിഷൻ വർക്ക് മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്, ആൾസോ ടു അസിസ്റ്റ് ഇൻ ദ സോർട്ടിംഗ് ഓഫ് അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസ്. അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിൾസിന്റെ സോർട്ടിങ്ങിനെ അസിസ്റ്റ് ചെയ്യണം. എപ്പോഴാണ്? വെൻ നോട്ട് എൻഗേജ്ഡ് ഇൻ സൂപ്പർവിഷൻ. സൂപ്പർവിഷനിൽ എൻഗേജ്ഡ് ആയിട്ടല്ലാത്ത സമയത്ത്, സൂപ്പർവിഷൻ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് സോർട്ടിങ്ങിൽ അൺരജിസ്റ്റേർഡ് ആർട്ടിക്കിളിന് സോർട്ടിങ്ങിന് പോയിട്ട് അസിസ്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ഉണ്ട്. പിന്നെ പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് MDWയിൽ ദ പ്രിപ്പറേഷൻ ഓഫ് സർട്ടൈൻ മെയിൽ ബാഗ്സ് ഈസ് അസൈൻ ടു ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. ചില മെയിൽ ബാഗുകൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കും ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന് ഡീൽ ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി പെടുന്നതാണ്. ഈസ് പേഴ്സണലി റെസ്പോൺസിബിൾ ഫോർ ദ കറക്റ്റ് പെർഫോമൻസ് ഓഫ് ആൾ ദ ഡ്യൂട്ടീസ് കണക്ട് ദെയർ വിത്ത്. അപ്പോൾ അത് ആ ഒരു സർട്ടൈൻ മെയിൽ ബാഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ പെർഫോമൻസിന് ഇദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുക, ഇത് ചെയ്യുക, ഇങ്ങോട്ട് മേടിക്കുക, കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സെൻസിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, അതൊക്കെ അതേപോലെ, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അറ്റൻഡൻസ് ഓഫ് settle attendance. The head sorting assistant of a mail office should be in office at the appointed time and should see that the staff are present in due time and are neatly and clearly dressed. അതായത് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഒരു മെയിൽ ഓഫീസിലെ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഓഫീസിൽ ആ ഒരു നിശ്ചിത സമയത്തിൽ എത്തണം, പറഞ്ഞിരിക്കുന്ന സമയത്തിൽ എത്തണം. എന്നിട്ട് സ്റ്റാഫുകൾ, പ്രസന്റ് ആയിരിക്കുന്ന സ്റ്റാഫുകൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ, പിന്നെ അവർ ക്ലീൻലി ആൻഡ് നീറ്റ്ലി ഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എവരി സെറ്റ് ഓഫ് എ മെയിൽ ഓഫീസ് മെയിൻറ്റെയിൻ അറ്റൻഡൻസ് രജിസ്റ്റർ. എല്ലാ സെറ്റും, മെയിൽ ഓഫീസിലെ എല്ലാ സെറ്റും ഓരോ അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഷോയിങ് ഇൻ ദ സെയിം ന്യൂമറിക്കൽ ഓർഡർ ആസ് ഇൻ ദ മെമ്മോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ദ നെയിംസ് ആൻഡ് ഡെസിഗ്നേഷൻസ് ഓഫ് ദ ഓഫീഷ്യൽസ്. അതായത് MDWയിലെ പോലെ തന്നെ അതേ ഓർഡറിൽ പേര്, ഡെസിഗ്നേഷൻ ഇതൊക്കെ ന്യൂമറിക്കൽ ഓർഡറിൽ അതിനകത്ത് പറഞ്ഞിരിക്കും, കാണിച്ചിരിക്കും. അതിന് നേരെ ഒഫീഷ്യൽസ് പെർഫോമിംഗ് ദീസ് ഡ്യൂട്ടി ഷുഡ് സൈൻ the register. Officials ഒപ്പിടണം in token of their attendance against the names. They should also sign in the daily report in the same order. ഇതേ ഓർഡർ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഓർഡറിലുണ്ടെന്ന്, ആ ഓർഡർ ഉണ്ടെന്ന് അറ്റൻഡൻസ് രജിസ്റ്ററിനകത്ത്, ആ ഓർഡറിൽ തന്നെ ഇവർ ഡെയിലി റിപ്പോർട്ടിലും ഒഫീഷ്യൽസ് സൈൻ ചെയ്യണം. എക്സാമിനേഷൻ ആൻഡ് അറേഞ്ച്മെന്റ് ഓഫ് വർക്ക് പേപ്പേഴ്സിന്റെ എക്സാമിനേഷൻ ആൻഡ് അറേഞ്ച്മെന്റ്. Before closing working for the day, head sorting assistant should obtain from the registration and parcel sorting assistants, if any, the work papers related to their departments. അതായത് വർക്ക്, ഒരു ദിവസത്തെ വർക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഈ പാഴ്സൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്, രജിസ്ട്രേഷൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വർക്ക് പേപ്പേഴ്സ് കളക്ട് ചെയ്യണം. ഈ ഷുഡ് എക്സാമിൻ ദീസ് ടു സീ ദാറ്റ് ദർ ആർ കംപ്ലീറ്റ്. എന്നിട്ട് ആ വർക്ക് പേപ്പേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വർക്ക് പേപ്പേഴ്സ് എന്താണ് നമ്മൾ പറഞ്ഞു, RMSന്റെ കേസിൽ അവിടുത്തെ വർക്കിന് ആവശ്യമായ പേപ്പേഴ്സ് ഇനിയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള വർക്ക് പേപ്പേഴ്സ് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്യണം HSA. പിന്നെ ഈ ഷുഡ് എക്സാമിൻ ദീസ് ടു സീ ദാറ്റ് ദർ ആർ കംപ്ലീറ്റ്. ആ വർക്ക് പേപ്പേഴ്സ് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ടോട്ടൽ ഓൺ റെസീപ്റ്റ് സൈഡ് ഓൺ, അത് അബ്സ്ട്രാക്റ്റുകളിലെ റെസീപ്റ്റ് സൈഡും ഇഷ്യൂ സൈഡും ഈക്വൽ ആവുന്നുണ്ടോ, ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കണം. അറേഞ്ച് ദം വിത്ത് ദ ഓൺ വർക്ക് പേപ്പേഴ്സ് ഇൻ എ ബണ്ടിൽ. എന്നിട്ട് തൻ്റെ സ്വന്തം വർക്ക് പേപ്പേഴ്സിൻ്റെ കൂടെ ഈ വർക്ക് പേപ്പേഴ്സും
അറേഞ്ച് ചെയ്തിട്ട് ബണ്ടിൽ ചെയ്യണമെന്ന് പറയുന്നു. ഇത് എക്സാമിനേഷൻ ഓഫ് വർക്ക് പേപ്പേഴ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ആൻഡ് മസ്റ്റ് ബി പെർഫോംഡ് ബൈ ദ ഹെഡ് സോർട്ടിംഗ് ഏജൻസ് പേഴ്സണലി ബിഫോർ ദ സോർട്ടിംഗ് ഏജന്റ് ലീവ് ദ റെയിൽവേ സ്റ്റേഷൻ ഓർ ഓഫീസ്. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയുള്ള ഒന്നാണ് HSAയുടെ. അത് ഈ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റൻറ്റുകൾ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഓഫീസ് വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കണം ഈ എക്സാമിനേഷൻ ഓഫ് വർക്ക് പേപ്പേഴ്സ് എന്ന ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി. കസ്റ്റഡി ഓഫ് സ്റ്റാമ്പ്സ്, സീൽസ്, കീസ് ആൻഡ് ബ്ലാങ്ക് ഫോംസ്. സിമ്പിളാണ്. സ്റ്റാമ്പ് ആൻഡ് സീൽസ് യൂസ്ഡ് ഇൻ ദ സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എ മെയിൽ ഓഫീസ്. മെയിൽ ഓഫീസിൽ ഉപയോഗിക്കുന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിക്കുന്ന സ്റ്റാമ്പുകൾ, സീലുകൾ, ഇത് മസ്റ്റ് ആൾവേസ് ബി ലോക്ക്ഡ് അപ്പ് വെൻ നോട്ട് ഇൻ യൂസ്. അതെപ്പോഴും അത് ആവശ്യമില്ലാത്തപ്പോൾ, യൂസിലില്ലാത്തപ്പോൾ അത് ലോക്ക് ചെയ്ത് വെക്കണമെന്ന് പറയുന്നു. ബിഫോർ ദ ക്ലോസ് ഓഫ് ദ ഓഫീസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെഡ് സോർട്ടിംഗ് ഏജന്റ് മസ്റ്റ് കളക്ട് ആൾ ദ സ്റ്റാമ്പ്സ് ആൻഡ് സീൽസ് ആൻഡ് ലോക്ക് ദം അപ്പ്. ഹെഡ് സോർട്ടിംഗ് ഏജൻസ് എല്ലാ സ്റ്റാമ്പുകളും സീലുകളും കളക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കും. ദ ഇൻഷുറൻസ് സീൽസ് മസ്റ്റ് ആൾവേസ് റിമെയിൻ ഇൻ ദ പൊസഷൻ ഓഫ് ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് സേഫ് കസ്റ്റഡി. അതായത് ഇൻഷുറൻസ് സീൽസ് പക്ഷേ ആൾവേസ് ഈ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന്റെ കസ്റ്റഡിയിലായിരിക്കണം. അതായത് അദ്ദേഹമാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആൻസറബിൾ ഫോർ ദാറ്റ് സീല്, ഇൻഷുറൻസ് സീല്. കീസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ആൾ കീസ് ഓഫ് ദ ഓഫീസ് മസ്റ്റ് ബി കെപ്റ്റ് ബൈ ദ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഓൺ ഹിസ് പേഴ്സൺ ബട്ട് ഡ്യൂറിംഗ് വർക്കിംഗ് അവേഴ്സ് ദ കീസ് ഓഫ് ദ ഡിഫറെന്റ് സോർട്ടിംഗ് കേസസ് ഷുഡ് ബി എൻട്രസ്റ്റ് ടു ദ സോർട്ടിംഗ് അസിസ്റ്റന്റ് കൺസേൺഡ്. എല്ലാ കീകളും ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണ് പൊസിഷനിൽ വെക്കേണ്ടത്. പക്ഷേ എല്ലാ കീകളും എടുത്ത് അങ്ങേരം എടുത്ത് വെച്ചാൽ മതിയോ? പക്ഷേ വർക്കിംഗ് അവേഴ്സിൽ അത് കൺസേൺഡ് സോർട്ടിംഗ് അസിസ്റ്റൻസിനെ ഏൽപ്പിക്കും കീകൾ ഡ്യൂറിംഗ് ദ വർക്കിംഗ് അവേഴ്സ് പല സോർട്ടിംഗ് കേസുകളുടെ. ദ ഹെഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കസ്റ്റഡി ഓഫ് ദ ബുക്സ് ഓഫ് ദ രജിസ്റ്റേർഡ് ജേർണൽ ഇൻ യൂസ് ആൻഡ് ഇൻ സ്റ്റോക്ക്. അതായത് ബുക്സ് ഓഫ് ദ രജിസ്റ്റേർഡ് ജേർണലുകൾ അതിൻ്റെ കസ്റ്റഡിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫൈനൽ ഡ്യൂട്ടീസ് ബിഫോർ ക്വിറ്റിംഗ് ഓഫീസിൽ നിന്ന് പുറത്ത് പോകുന്നതിന് മുമ്പിട്ടുള്ള ഫൈനൽ ഉള്ള ഡ്യൂട്ടീസ് ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ്. ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റ് ഷുഡ് കെയർഫുള്ളി എക്സാമിൻ ഈച്ച് സോർട്ടിംഗ് കമ്പാർട്ട്മെന്റ് ടു സീ ദ നോ ആർട്ടിക്കിൾ ആർ ലെഫ്റ്റ് ഇൻ ദിസ് അൺസോർട്ടഡ്. അതായത് ഈ സോർട്ടിംഗ് കമ്പാർട്ട്മെൻറ്റൊക്കെ പോയി നോക്കണം എന്തെങ്കിലും ആർട്ടിക്കിളുകൾ അൺസോർട്ടഡ് കിടപ്പുണ്ടോ. ഈ ഷുഡ് എക്സാമിൻ ആൻഡ് ചെക്ക് ദ ആർട്ടിക്കിൾസ് ഡീറ്റെയിൽ ഇൻ ദ ലിസ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് ഷുഡ് സീ ദാറ്റ് ആർട്ടിക്കിൾ സ്റ്റേഷനറി, സ്റ്റാമ്പുകൾ, സീലുകൾ, ബുക്കുകൾ ഇതെല്ലാം പോർട്ട്ഫോളിയോയിൽ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ബാഗ് കണ്ടെയ്നിങ് എം ഡി ബാഗുള്ള ബാഗുകൾ, സർപ്ലസ് അൺയൂഷ്വൽ ബാഗുകൾ ഈ റെക്കോർഡ് ഓഫീസിലോട്ട് റിട്ടേൺ പോകേണ്ടത്, ഇതൊക്കെ സീൽ ചെയ്തിട്ടുണ്ടോ ലേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് മെയിൽ ബോക്സ് ആൻഡ് സോർട്ടിംഗ് കേസ് ആർ പ്രോപ്പർലി സെക്യൂർഡ്. മെയിൽ ബോക്സുകൾ, സോർട്ടിംഗ് കേസുകൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. ആൻഡ് അതായത് ഓഫീസ് ഈസ് സ്വെപ്റ്റ് ആൻഡ് എവറിത്തിങ് അറേഞ്ച് ടൈം. അതായത് ഓഫീസ് ഒക്കെ തൂത്ത് വൃത്തിയാക്കി നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ദ ഓഫീസ് റൂം ഷുഡ് ദെൻ ബി ലോക്ക്ഡ്. പിന്നെ എന്നിട്ട് ഓഫീസ് പൂട്ടാം. ആൻഡ് ദ കീ റീറ്റെയിൻഡ് ഇൻ ഹിസ് പേഴ്സണൽ കസ്റ്റഡി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കസ്റ്റഡിയിൽ കീ വയ്ക്കാം. ഇഫ് നോ അതർ സെറ്റ് കംസ് ഓൺ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ഇനിയൊരു സെറ്റ് വരുന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. അല്ലാത്ത കേസിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പൂട്ടി കീയൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കസ്റ്റഡി വയ്ക്കാം. വെൻ ദർ ഈസ് എ സക്സീഡിങ് സെറ്റ്, എന്നാൽ തുടർന്നൊരു സെറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ഹാൻഡ് ഓവർ ദ ചാർജ് ഓഫ് ദ ഓഫീസ്. ആ ഓഫീസിൻ്റെ ചാർജ് ഹാൻഡ് ഓവർ ചെയ്യണം. And also the deposit mails to the head sorting assistant of the succeeding set by the entry in the mail list. എന്തെങ്കിലും ഡെപ്പോസിറ്റ് മെയിലുകൾ ഉണ്ടെങ്കിൽ അത് തുടർന്നുള്ള സക്സീഡിങ് സെറ്റിൻ്റെ ഹെഡ് സോർട്ടിംഗ് അസിസ്റ്റന്റിന് മെയിൽ ലിസ്റ്റിൽ എൻട്രി ആയിട്ടത് കൈമാറണം എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുവാണ്. ഇപ്പോൾ നമ്മൾ സോർട്ടിംഗ് മെയിൽ ഓഫീസിൻ്റെ പാർട്ട് 1 മെയിൽ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. ഇനി അടുത്തത് പാർട്ട് 2 സോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അത് ഫ്രഷ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.